അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങുകയാണ്. നീറ്റ് പരീക്ഷാ തട്ടിപ്പിലുണ്ടായ പരാജയം സമ്മതിച്ച് വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിക്കുകയാണ്. മുഖം രക്ഷിക്കാൻ സ്വയം കീഴടങ്ങുമ്പോഴും മന്ത്രിസഭാ പുനർനിർണയം എന്നതിൻ്റെ പേരിൽ ഇതിനെ ഒതുക്കാൻ നോക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമല്ല, പിഞ്ചുകുട്ടികളെ പിച്ചിച്ചീന്തുന്ന കഥ പറയുന്ന എപ്സ്റ്റീൻ ഫയലിൽ പേരുള്ള പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയെയും ഒഴിവാക്കാൻ നരേന്ദ്രമോദി നിർബന്ധിതനാവുകയാണ്. നമുക്കറിയാം, ഗുസ്തി ഫെഡറേഷൻ തലവനെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ 2024 തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പ്രഹരം, പ്രത്യേകിച്ച് UP-യിൽ കിട്ടിയ പ്രഹരം നരേന്ദ്രമോദിയെ മാറ്റി ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ വൻ അഴിച്ചുപണി ഉടൻ നടക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത് അതിനുവേണ്ടി തന്നെയാണ്. ഇത് മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകുന്നത്. മന്ത്രിസഭയിൽ വന്നേക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും രാഷ്ട്രപതിയെ ധരിപ്പിച്ചുവെന്നാണ് അറിയുന്നത്. അതുപ്രകാരം പരീക്ഷാ ക്രമക്കേട് വിവാദ ചുഴിയിൽപ്പെട്ടിരിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുന്നോട്ടു പോകാനാകില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായാണ് അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ സമരം രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നും ആരംഭിച്ച് രാഹുൽ ഗാന്ധി തുടങ്ങിയ സമര പരമ്പരകൾ ഫലം കണ്ടിരിക്കുന്നു എന്നർത്ഥം. ഒപ്പം തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരങ്ങളും നരേന്ദ്രമോദിയെ ഭയപ്പെടുത്തി എന്ന് തന്നെ പറയാം. അതോടെ വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റി കുറ്റം സമ്മതിക്കുകയാണ് ഇവിടെ നരേന്ദ്രമോദി. അതുപോലെ തന്നെയാണ് ലോകത്തെ ഞെട്ടിച്ച എപ്സ്റ്റീൻ ഫയലിൽപ്പെട്ട ഒരു നേതാവ് നരേന്ദ്രമോദിയുടെ കീഴിൽ മന്ത്രിയായി ഇരിക്കുകയാണ്. പെൺകുട്ടികളെ അധികാരബന്ധം ഉപയോഗിച്ച് പിച്ചിച്ചീന്തിയ കാബാലികരുടെ സർക്കാർ എന്ന് പേര് വന്നിരിക്കുകയാണ് അതോടെ മോദി അവിടെയും കീഴടങ്ങുന്നു എന്ന് തന്നെ പറയാം. ഹർദീപ് സിംഗ് പുരിക്ക് പകരക്കാരനായി മറ്റൊരു സിഖ് അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്നുള്ള നേതാവ് തന്നെ മന്ത്രിസഭയിൽ എത്തിയേക്കും എന്നാണ് അറിയുന്നത്. എന്നാൽ പെട്രോളിയം പോലെയുള്ള പ്രധാന വകുപ്പായതുകൊണ്ട് തന്നെ വകുപ്പിൽ ഒരുപക്ഷേ വ്യത്യാസമുണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൂടാതെ AAP, TMC, ശിവസേന, UBT തുടങ്ങിയവരിൽ നിന്ന് നിരവധി വിമത നേതാക്കൾ NDA പക്ഷത്തേക്ക് ഇക്കഴിഞ്ഞ നാളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയെല്ലാം പദവികളും പണവും കൊടുത്താണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് കൊണ്ട് അവരെയും ഓരോ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. ഇവരെ പരിഗണിക്കും വിധത്തിലുള്ള ഒരു പുനഃസംഘടനയ്ക്കാണ് സാധ്യത കൂടുതലുള്ളത്. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ, AAP-യിൽ നിന്ന് കലഹിച്ച് ഇറങ്ങിപ്പോന്ന രാജ്യസഭാ MP രാഘവ് ചന്ദ് അടക്കമുള്ള MP-മാർ, അവർക്കൊക്കെ എന്ത് സ്ഥാനം നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. RSS-മായി അടുത്ത ബന്ധമുള്ള BJP നേതാവ് തരുൺ ചൂഗിനും മന്ത്രിസഭാ പുനഃസംഘടനയുടെ മോദി ക്യാബിനറ്റിൽ സ്ഥാനം ലഭിക്കുമെന്ന് സൂചന ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനമായും നിർമ്മല സീതാരാമൻ, മനോഹർ ലാൽ ഖട്ടർ, നിതിൻ ഗഡ്കരി തുടങ്ങിയവരുടെ വകുപ്പുകൾ മാറിയേക്കും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഒരു മന്ത്രിസഭാ പുനഃസംഘടന എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പരാജയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിലെ തെറ്റ് സമ്മതിക്കുകയും എപ്സ്റ്റീൻ ഫയലിലെ കാര്യം ശരിവെക്കുകയുമാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ചെയ്യുന്നത്.